വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൽ ഒരു ജീവി വന്ന് പ്ലാവിനെ നശിപ്പിക്കുന്നുണ്ട്. അത് എന്ത് ജീവിയാണ്? ആ ജീവിയെ നമുക്ക് എങ്ങനെ കൊല്ലാം അല്ലെങ്കിൽ എങ്ങനെ നശിപ്പിക്കാം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. എല്ലാ കർഷകർക്കും കൃഷിമിത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാണ് സ്കെയില്. ഈ കാണുന്ന ഈ സ്കെയില് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഉണ്ടാവും. ഈ സ്കെയില് ചെറിയ രീതിയിൽ ഒന്ന് തുടങ്ങി ലാസ്റ്റ് ഇതുപോലെ വരും. പിന്നെ വന്നിട്ട് ഈ സ്റ്റേജിലേക്ക് വരും. ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ കാണുന്നില്ലേ, ഇത് ഇതിൻ്റെ കറയാണ് ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ആസിഡിൻ്റെ സ്മെല്ലാണ്. അപ്പം ഈ കറ എങ്ങനെയാണ് ഈ കറ വരുന്നത്? അതിന് മുന്നിലായിട്ട് ഇതിനകത്തൊരു ജീവിയുണ്ട് ഉണ്ടോ. ഇതാണ് ശരിക്കുള്ള ജീവി, അതായത് സ്കെയില്. ഈ സ്കെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് വലിച്ചെടുക്കുന്ന കറ ഉണ്ടോ. ഇത് വലിച്ചെടുക്കുന്ന കറ. അപ്പം ഈ കറ വലിച്ചെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് ഇങ്ങനെ ഉണങ്ങി അങ്ങ് പോകും. ഇതെല്ലാം ആ സ്കെയിലിൻ്റെ അറ്റാക്ക് വന്നതാണ്. ഇതുണ്ടോ, ഇതിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ്. ഈ കമ്പ് ഇതുണ്ടോ, ഇതെല്ലാം ഈ സ്കെയിൽ വന്ന് ഇതിൻ്റെ കറ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ജീവനില്ല. അപ്പം എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത് പട്ടുപോവാൻ ചാൻസസ് കൂടുതലുണ്ട്. രണ്ടാമത് ഇത് പട്ട് പോയിട്ടില്ലെങ്കിലും ഇതിൻ്റെ നമുക്ക് ഈൽഡ് കുറയും. ഈൽഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം തന്നെയാണ് ഇതിൽ നിന്ന്, ഈ പ്ലാവിൽ നിന്നുള്ളത്. അപ്പം ഇതെല്ലാം ഈ സ്കെയിലിൻ്റെ അറ്റാക്ക് മുഖേന നോക്കൂ കണ്ടോ, ഇത്രയും വലിയൊരു കമ്പ് ഈ സ്കെയിൽ കണ്ടോ. ഇതിൻ്റെ ഈ കറ ഇങ്ങനെ സക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതങ്ങ് ഉണങ്ങി പോവുക ചെയ്യുന്നത്. അപ്പം ഇതുണ്ടോ, ഇത്രയും വലിയൊരു ഇതാണ്. ഇതിനകത്ത് ഒത്തിരി സ്കെയിലുണ്ട്. ഇതെല്ലാം അങ്ങനെ പറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം എന്നതാണ് വേണ്ടത്. ഒന്ന്, നമുക്ക് കൈകൊണ്ട് ഇളക്കിക്കളയാം. ഇങ്ങനെ ഇതുണ്ടോ, നമുക്കിങ്ങനെ കൈകൊണ്ട് ഇളക്കിക്കളയാം. ഇനി നമുക്ക് കൈകൊണ്ട് തൊടാൻ അറപ്പുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്കിന് ഇതുപോലത്തെ ഒരു ചെറിയൊരു കത്തി എടുക്കുക, എൽ ഷേപ്പ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതിനെ വെച്ച് ഇങ്ങനെ ഇളക്കി വിടാം. ഇതുണ്ടോ, ഇങ്ങനെ ഇളക്കി വിടാം. ഇങ്ങനെ നമുക്ക് ഇളക്കി വിടാം. ഇതൊരു പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ പ്ലാവിനെ രക്ഷിക്കണമെങ്കിൽ രണ്ട് രീതി. ഒന്ന്, കൈകൊണ്ട് ഇളക്കി വിടാം, അല്ലെങ്കിൽ നമുക്ക് മരുന്ന് സ്പ്രേ ചെയ്യാം. അപ്പോൾ ജൈവ രീതിയിൽ നമുക്ക് മരുന്നടിച്ച ഈ സ്കെയിലിനെ നശിപ്പിക്കാനുള്ള മെഡിസിൻ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാര്യം എന്ന് വെച്ചാൽ ഇത് അത്ര നല്ലൊരു ജീവിയാണ്. ഇതിനെ നശിപ്പിക്കാൻ അതായത് ഇതിനെ മൊത്തത്തിൽ പടിയിപ്പിക്കാൻ പെടുന്ന ഒരു ജീവിയാണ്. ഇത് സ്പ്രെഡ് ചെയ്താൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇതിന് നമുക്കിനി എന്താണ് ഉപയോഗിക്കേണ്ട മെഡിസിൻ? ഇതിൻ്റെ കെമിക്കൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇമിഡാക്ലോർപൈഡ് ആണ്. ഇത് 30.5% ആണ്. അപ്പോൾ ഇതൊരു വിഷമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആദായമുള്ള ചക്കയുള്ള സമയത്ത് ഈ വക മരുന്നുകളൊന്നും ഉപയോഗിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം സിസ്റ്റമിക്കാണ്. അപ്പം അതായതുകൊണ്ട് ഈ വിഷത്തിൻ്റെ അളവ് ചക്കയിൽ പിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ചക്കയുള്ള സമയത്തൊന്നും ഈ മെഡിസിൻ നിങ്ങൾ ഉപയോഗിക്കരുത്. 1 ലിറ്റർ വെള്ളത്തിന് 1 ml എന്ന കണക്കിൽ ഇമിഡാക്ലോർപൈഡ്. ഇത് പല ബ്രാൻഡിലും കിട്ടും. ഞാൻ ബ്രാൻഡ് പറയുന്നില്ല. ഇതിപ്പം HL കമ്പനിയുടെയാണ്, ഭാരത സർക്കാരിൻ്റെയാണ്. ഇത് വെൽവെറ്റ്. ഈ വെൽവെറ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതൊരു ഗമ്മാണ്. ഈ ഗമ്മ് ഈ ജീവിയെ അതായത് മെഡിസിനെ വന്നിട്ട് അതിൻ്റെ ജീവിയിൽ പറ്റി പിടിച്ചിരിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി ആയിട്ട് ഉപയോഗിക്കാം. ഇതൊരു സിലിക്കോ കണ്ടൻ്റാണ്, ഭയങ്കര സ്പ്രെഡറാണ്. നമ്മൾ ഒരു തുള്ളിയെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു
ഭാഗം വീഴുന്നാൽ മാത്രം മതി. ഒരു ചെറിയൊരു തുള്ളി വീഴുന്നാൽ കൂടെ തന്നെ ഇത് സ്പ്രെഡ് ചെയ്യും. അത്രയ്ക്കും സ്പ്രെഡാണ്. സിലിക്കോ കണ്ടൻറ്റ്, അതായത് നോൺ അയണിക്കാണത്. എനിവേ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി എന്ന കണക്കും നമ്മളുടെ ഇമിഡാക്ലോർപൈഡ് 1 മില്ലി എന്ന കണക്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാവിനെ സംരക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എയർലി അല്ല, വേറെ പ്ലാവുകൾക്ക് ഇതുപോലെ അസുഖം വന്നാൽ നമുക്ക് ഈ മെഡിസിനും അല്ലെങ്കിൽ ഈ രീതിയിലും ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഉപരി നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മളെ ഇവിടുത്തെ പ്ലാവിൽ ചക്കയുണ്ട്. അപ്പോൾ മരുന്നടിച്ചേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മരുന്നടിക്കണം. നമുക്ക് ചക്കയല്ല പ്രധാനം, പ്ലാവാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്ക് ചക്ക വേണമെങ്കിൽ നമുക്ക് മരുന്ന് ഉപയോഗിക്കാം. പക്ഷേ അടിച്ച് ഒരു 1-1.5 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചക്ക നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി അടുത്തൊരു എപ്പിസോഡിലേക്ക് നമുക്ക് കാണാം. നന്ദി.